നിങ്ങൾ പറഞ്ഞ അതുകൊണ്ട് ഈ കൊള്ളത്തിൽ ഈ പാല് തലേക്കൂടി അങ്ങ് ഒഴിക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. കൊല്ലം പരവൂരിൽ ഒരു കർഷകന്റെ വിചിത്രമായ ഒരു പ്രതിഷേധം, അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ കൗതുകം ഉണർത്തുന്ന ഒരു പ്രതിഷേധം. അതായത് കൊല്ലം പരവൂരിൽ പാല് തലയിലൂടെ ഒഴിച്ച് കർഷകന്റെ പ്രതിഷേധം. തന്റെ പശുവിന്റെ പാൽ മാത്രം പിരിഞ്ഞു പോകുന്നു എന്ന സൊസൈറ്റിയുടെ വിചിത്രവാദമാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് കർഷകൻ. തന്റെ കൊടുക്കുന്നത് സൊസൈറ്റിയിൽ പാല് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്, എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. സൊസൈറ്റിയിൽ പാല് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ തന്റെ പാല് മാത്രം എന്താണ് പിരിഞ്ഞു പോകുന്നു എന്ന് വിചിത്രവാദമാണ് പ്രതിഷേധത്തിനുള്ള കാരണമെന്നാണ് ഈ കർഷകൻ പറഞ്ഞത്. കർഷകന്റെ പേര് വിഷ്ണു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, തനിക്കെതിരെ കൂനയിൽ ക്ഷീരോത്പാദന സഹകരണ സംഘം അധികൃതർ കള്ളക്കേസ് നൽകിയെന്നും കർഷകൻ, അതായത് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിലുള്ള അധികൃതർ തനിക്കെതിരെ എന്ത് ചെയ്തു, ഈ പറയുന്ന കള്ളക്കേസ് നൽകി എന്നുള്ളതാണ് സംഭവം. ഈ പുള്ളി ഇത് പ്രതിഷേധം നടത്തിയത് അവിടെ ചെന്ന് ഈ പറയുന്ന ഈ ഒരു സഹകരണ സംഘത്തിന്റെ ഫ്രണ്ടിൽ ചെന്ന് താൻ കൊണ്ടുവന്ന പാല് തന്റെ തലയിലൂടെ ഒഴിച്ചാണ് ഈ പ്രതിഷേധം നടത്തിയത്. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. ഇതിൽ എന്താണ് ഇതിനകത്ത് നടന്നത്, ഈ പുള്ളി പറയുന്നതാണ് പുള്ളിയുടെ ഭാഗത്താണോ ന്യായം, ഇതെല്ലാം ആ ക്ഷീരോത്പാദന സൊസൈറ്റിയുടെ ഭാഗത്താണോ ന്യായം എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കും. ആദ്യം ഈ പുള്ളിയുടെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ ഒരു മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകനാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന ഓക്കെ, പുള്ളി പറയുന്നുണ്ട് ഞാൻ ഡെയിലി ഈ പറയുന്ന മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകൻ, ചെറിയ കർഷകനല്ല, 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകനാണ്. അതിന്റെ അസൂയയാണ്, അതായത് അവിടെയുള്ള CPM പ്രവർത്തകരെയാണ് ആരോപിക്കുന്നത്. CPM പ്രവർത്തകരുടെ മേലാണ് ഈ ഒരു കുറ്റം ആരോപിക്കുന്നത്. അവര് മനഃപൂർവ്വം ഞാൻ ഓരോ മാസം ഇത്രയും പശുക്കൾ വിൽക്കുന്നു എന്നതുകൊണ്ടുള്ള അസൂയ മൂത്താണ് എന്റെ പാല് മാത്രം എടുക്കുന്നില്ല. ഞാൻ 6 കൊല്ലമായിട്ട് ഞാൻ ഈ പണി ചെയ്യുന്നുണ്ട്, ഞാനിവിടെ പാല് കൊണ്ട് കൊടുക്കുന്നുണ്ട്, എന്റെ പാല് മാത്രം പിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ വാദമെന്നാണ് ഈ പുള്ളി പറയുന്നത്. ബാക്കി പാല് കുഴപ്പം, എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ. അതുകൊണ്ട് പുള്ളി കൊടുക്കുന്ന പാല് വേറൊരാളുടെ പേര്, പുള്ളി എനിക്ക് തോന്നുന്ന ഈ പറയുന്ന സൊസൈറ്റിയിലൊക്കെ ഒരു എനിക്ക് പണ്ടത്തെ ഒരു ഓർമ്മയുണ്ട്, ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. പാലുണ്ടാക്കുമ്പോൾ ചെറിയൊരു ബോട്ടിൽ ഇന്ന പേര് എഴുതി മാറ്റി വെക്കേണ്ട സംഭവം, അത് വേറൊരാളുടെ പേരിൽ മാറ്റി വെക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അതിന്റെ പ്രതിഷേധമായിട്ട് പുള്ളി ചെയ്യുന്നത് കാണാം. ഈ പാല് തലേക്കൂടി അങ്ങ് ഒഴിക്കുക, തലേക്കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്, എന്നെ ദ്രോഹിക്കുകയാണ്. ഈ പരവൂര് നെടുങ്ങോലം കൂനയിൽ സൊസൈറ്റി എന്ന് അറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള്, മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ SNF ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടുവരുന്ന പാലിനെല്ലാം വിലയുണ്ട്. ഞങ്ങൾ 7 മണിക്ക് കൊണ്ടുവരുന്ന പാലിന് വിലയില്ല. എന്തോ വേണം നിങ്ങൾ തന്നെ പറ. ഞാൻ ഈ വെളുപ്പാകാലത്ത് ഈ 10-27 വയസ്സുള്ള ഞാൻ ഈ കറന്നുകൊണ്ടിരുന്ന പാലിന് എന്താ കുഴപ്പം? ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10-22 ലിറ്റർ പാല് 1-2 വർഷം 6 വർഷമായിട്ട് ഒഴിക്കുകയാണ്, കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ്. എന്റെ പാല് മാത്രം കുഴപ്പം. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പാല് കുഴപ്പമില്ല. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. യഥാർത്ഥ ഈ സൊസൈറ്റിയിൽ പാല് ഒഴിക്കുന്ന ഇവർക്ക് അധികാരമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തികൾക്ക് ഇവരെടുത്ത ജീവനക്കാർ ഇവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ഈ സൊസൈറ്റി പാലൊഴിക്കുന്ന ഒരു ഇതുമില്ല. ഓക്കെ, പുള്ളി പറഞ്ഞു കേട്ടില്ല. അതായത് ഞാൻ 5-6 കൊല്ലം കൊണ്ട് ഞാനിവിടെ ഈ ഒരു പാല് കൊണ്ട് കൊടുക്കുന്നുണ്ട്, എന്റെ പാലിന് മാത്രമേ ഒരു പ്രശ്നം, ഇവര് വൈരാഗ്യം തീർക്കുന്നതാണ് എന്നുള്ളതാണ് ഈ പുള്ളി ആക്ഷേപിക്കുന്നത്. മനസ്സിലായോ? ഞാൻ എന്ത് ചെയ്തു, മാസം 10-60 പശുക്കളെ വിൽക്കുന്നു എന്നതുകൊണ്ടുള്ള വൈരാഗ്യമാണ് തീർക്കുന്നത്. അവിടെ 2 സ്ത്രീജനങ്ങൾ ഇരിപ്പുണ്ട്. അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ കുറച്ച് അഹങ്കാരമൊക്കെ നമുക്ക് തോന്നും. രണ്ടുപേരും ഒരു അഹങ്കാരം, അവർ ഇതിനെക്കുറിച്ച് ഒന്നും കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. യവൻ ആ പാലൊഴിച്ചപ്പോൾ നീ എന്തിന് ഇവിടെ കൊണ്ട് പാലൊഴിച്ച്, അങ്ങനെ എന്തോ ആണ് അവിടെ ഇരിക്കുന്ന ആ ഒരു സ്ത്രീ പറയുന്നത്. മറ്റൊരു സ്ത്രീ എന്തോ തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തൊക്കെ മൊബൈലിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ആദ്യമേ തന്നെ ഈ പയ്യനെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യണം. ഒന്നാമത്തെ കേസ് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ നമുക്കറിയാലോ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്വന്തം വീട്ടിലെ ഒരു പശു ഉണ്ട് എന്ന് പറയാനും കൂടി നാണിക്കുന്നവരാണ്. പശു ഉണ്ടെങ്കിൽ അമ്മ പശുവിനേക്ക് എടുത്ത് തൊഴുത്തിനേക്ക് അങ്ങ് അടിച്ചു മാറ്റി നമുക്ക് പശു ഒന്നും വേണ്ട,
അതായത് സ്വന്തം കൂട്ടുകാരെടുത്ത് വീട്ടിലൊരു പശു ഉണ്ട് എന്ന് പറയാനും കൂടി നാണിക്കുന്നിടത്ത് ഈ 26-27 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഇപ്പോഴത്തെ ന്യൂജനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവരൊക്കെ ഒരു പാഠമായിരിക്കും. എല്ലാവരും ഈ പറയുന്ന വൈറ്റ് കോളർ ജോബിന് മാത്രം പോകുന്നു, അല്ലെങ്കിൽ നല്ല ഉയർന്ന ജോബിന് മാത്രം, നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് പോകുന്ന ജോബ് മാത്രം, അത് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയുള്ള ജോബ് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ജോബുകൾ, മറ്റുള്ള പണി ചെയ്യാൻ അത് നാണക്കേടാണ്, അത് ഭയങ്കര ക്ഷീണമാണ് എന്ന് പറയുന്നിടത്ത് ഈ പയ്യൻ, ഈ ചെറുപ്പക്കാർക്കൊക്കെ ഒരു മാതൃക ആയിക്കൊണ്ട് 10-27 വയസ്സുള്ള പശുവിനെ തന്നെ എന്ത് ചെയ്തു, ഒരിക്കൽ ഇപ്പോൾ പുള്ളി പറയുന്നത് കേട്ടിട്ട് ഒരുപാട് പശു പുള്ളിയുടെ കയ്യിലുണ്ട്, ഒരു ഫാം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ മാസം 10-60 പശുക്കളെ വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത്രയും അതൊരു തൊഴിൽ മാർഗമായിട്ട് എടുത്ത് ഇങ്ങനെ ജീവിക്കുന്നത് ഈ പറയുന്ന ഈ തലമുറയ്ക്ക് ഇത് നല്ലൊരു ഒരു മാതൃകയാണ്. അതിന് പുള്ളി ആദ്യം അപ്രിഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് കൈയും അടിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കേസിലേക്ക് വന്നാൽ, ഇവിടെ ഈ ഒരു പ്രതിഷേധം, ഈ പുള്ളി നടത്തിയ ഒരു പ്രതിഷേധം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. നമ്മളിങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു തൊഴിൽ, മറ്റൊരു ജോബിനൊന്നും പോകാതെ ഇതുപോലെ പശുക്കളെ വിറ്റ് തന്നെ, അല്ലെങ്കിൽ പശുക്കളെ കൊണ്ട് തന്നെ ഉപജീവന മാർഗം നേടുകയും അതുവഴി സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണ്, നമുക്ക് എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഇപ്പോഴുള്ള യുവജനങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നത് യഥാർത്ഥമായി പ്രോത്സാഹിപ്പിക്കണം. അവിടെ ഒരു വിലങ്ങുതടിയായി വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഒട്ടും നല്ലൊരു കാര്യമല്ല. ഇവിടെ ഒരു പിന്നീട് പാർട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ വലിച്ചിടുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിത് ഈ പുള്ളിയുടെ ഭാഗത്താണോ ശരിയെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഇത് നമ്മളിവിടെ നമ്മളെപ്പോഴും ഒരു ന്യായം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പറയുമ്പോൾ എന്താണ്, രണ്ടു വശവും നമ്മൾ കേട്ടിരിക്കണം. ഇതിപ്പോൾ നമ്മൾ കേട്ടത് ഈ പയ്യന്റെ ഭാഗത്തുള്ള ന്യായങ്ങൾ മാത്രമാണ് കേട്ടത്. ഇനി മറുവശമുണ്ട്, അവരെന്താണ് പറയുന്നത്, അവരുടെ ന്യായവും കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ പയ്യന്റെ ഭാഗത്താണോ 100% ശരി എന്ന് നമുക്ക് ഇവിടെ വിലയിരുത്താൻ പറ്റുള്ളൂ. അതല്ലേ ശരി? ഇപ്പൊ ഈ പയ്യൻ എന്ത് ചെയ്തു, അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, ക്യാമറ കൊണ്ടുവന്ന് ഇവരുടെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു അനീതി ഇവിടെ നടക്കുന്നുണ്ട്, അത് പുറം ലോകത്തെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പുള്ളി ഇവിടെ വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുള്ളി ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പുള്ളി പറയുമ്പോൾ പുള്ളി എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം 10-27 വയസ്സേ ഉള്ളൂ. ഈ കാലത്ത് ഒരു മനുഷ്യരും, ഒരു ചെറുപ്പക്കാരനും, ഒരുത്തരും ഈ ഒരു പണിക്ക്, പശു എന്ന് പറയുമ്പോൾ തന്നെ പശു പാല് കുടിക്കും, പക്ഷെ പശു വീട്ടിലുണ്ടെന്ന് നാണക്കേടായിട്ട് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പൊ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവർക്കെല്ലാം ഒരു മാതൃകയായിക്കൊണ്ടാണ് ഈ പയ്യൻ ഈ ഒരു പണിയിലേക്ക് തിരിച്ചത്. ഇനി ഈ പയ്യൻ പറയുന്നതാണ് 100% സത്യമെന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി എന്തുകൊണ്ടാണ്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും, അതായത് ഇവിടെയുള്ള സൊസൈറ്റിയിലെ അംഗങ്ങളുമായിട്ട്, അവൻ തന്നെ പറയുന്ന സൊസൈറ്റിയിലെ പല അംഗങ്ങളും എന്തോ ഒരു കള്ളക്കേസ് ഈ പുള്ളിയുടെ പേരിൽ കൊടുത്തു എന്ന് പറയും. എന്തുകൊണ്ട് അവർ ആ കള്ളക്കേസ് കൊടുത്ത്, എന്ത് കള്ളക്കേസാണ് കൊടുത്തത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ഇനി അറിയേണ്ടതായിട്ടിരിക്കുന്നു അല്ലേ. എന്താണ് വ്യക്തിവൈരാഗ്യം, ഇവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം എന്തുകൊണ്ടാണ് ഈ പുള്ളിയുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തത്, എന്തുകൊണ്ടാണ് ഈ പുള്ളിയുടെ പാല് മാത്രം എടുക്കാതിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പുള്ളിയുടെ പാല് എടുക്കാതിരിക്കുന്നുണ്ട് അല്ലെ. പുള്ളി പറയുന്നത് ബാക്കി എല്ലാവരും എടുക്കുന്നു, എന്റെ പാല് മാത്രം എടുക്കുന്നില്ല, എന്റെ പാല് മാത്രം പിരിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള ഒരു വിചിത്രമായ പിന്നെന്താണ് പരാതിയാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പൊ എന്തോ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ കാരണത്താൽ ഇവന്റെ പാല് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് ആ ഒരു വ്യക്തി വൈരാഗ്യം വന്നു എന്നും കൂടി അറിയാം. അപ്പൊ നമുക്ക് മറുവശവും കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട്. മറുവശവും കൂടി കേട്ടാല് ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും മനസ്സിലാവുള്ളൂ. എന്തൊക്കെ ആയാലും ശരി തന്നെ ആ പയ്യൻ, ഈ ഒരു വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ കാണിച്ചു തന്നത് ഒരു പ്രതിഷേധമാണല്ലേ. ഞാൻ ഇവിടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു വൈറ്റ് കോളർ ജോബിന് ഒന്നും പോകാതെ പശുക്കളെ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ജീവിതമാർഗം നമ്മുടെ കുടുംബം പൂട്ടിക്കൊണ്ടുവരിക, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളൊക്കെ ഈ പറയുന്ന സർക്കാർ ജോലികളോ അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന യുവതലമുറയ്ക്ക് ഒരു മാതൃകയായി കാണിച്ചു കൊടുത്ത അങ്ങനെയുള്ള വരുന്നവരെ അടിച്ചിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരിക്കലും നല്ലൊരു സംഭവമല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ കൂടെ ഞാനൊരു കാര്യം കൂടി പറയുന്നു, ഈ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് നമുക്കൊരു വിധി നിർണ്ണയിക്കാൻ പറ്റത്തില്ല, നമുക്കൊരു വിധി പറയാൻ പറ്റത്തില്ല ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത്. മറുഭാഗവും കൂടി നമുക്ക് കാണേണ്ടതായിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.